പക്ഷേ ഇന്നേ വരെ LST ജീട്ടിനെ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചാടി കളിച്ച് അതങ്ങോട്ട് വളരെ സൂപ്പറായിട്ട് തന്നു വിട്ടു. 10 റൺസിന്റെ മേലുള്ള തോൽവിയെ തന്ന് തിരിച്ചയച്ചു. നിങ്ങള് നന്നായി ബുദ്ധിമുട്ടിയാണ് ബാറ്റ് ചെയ്തപ്പോ. നിങ്ങളെ രാഹുലൊക്കെ ഭയങ്കര എളുപ്പത്തിലായിരുന്നു. നിക്കോളാസ് പൂരൻ അടിച്ചുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ കൊല്ലവും നമ്മൾ കാണുന്നത് ആദ്യത്തെ കളിയിൽ റൺ വരും. ബാക്കിയുള്ള കളികളിലൊക്കെ റണ്ണ് കുറഞ്ഞു വരലാണ്. അതിപ്പോ ഞങ്ങൾക്കറിയാം ഞങ്ങളെ സ്റ്റേഡിയത്തിൽ ഇത്ര അടിച്ചാൽ മതി, 165 അടിച്ചാൽ മതി, 160 മേലെ അടിച്ചാൽ മതി, നിങ്ങളെ സുഖമായിട്ട് പിടിച്ചാൻ പറ്റും. ഞങ്ങൾ ആ താക്കൂറിന്റെ ഒക്കെ 5 വിക്കറ്റാണ് എടുത്തുണ്ടായത്. കുറച്ച് വിക്കറ്റാണ് കിട്ടിയത്. വേറെ കാര്യം ഇതിപ്പോ ഡിഫറൻസ് ഉണ്ടായതാണ് നിക്കോളാസ് പൂരങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. എവിടെ ലാസ്റ്റ് അടിച്ചു അവസാന ഓവറിലൊക്കെ എത്ര ഡോട്ട് 6 അടിച്ചു, ബാക്കിയൊക്കെ ഡോട്ട് ബോൾ ആയിരുന്നു. ഞങ്ങളുടെ പറഞ്ഞാല് ഞങ്ങൾ എല്ലാരും കൂടി അടിച്ചു തന്നെയാണ്. പൂരം മാത്രം അടിച്ചു പറയണ്ട. ഞങ്ങള് ഡേവിഡ് മില്ലർ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ആ ഒരു ഹിറ്റർ ഉണ്ടെങ്കിൽ എക്സ്ക്യൂസുകൾ പറയും. അവിടെ ഒരു മനുഷ്യനെ ഹിറ്റ് ആവണില്ല, അമ്മാതിരി പിച്ചാണ്. മില്ലറെ കൊറേ കാലത്തിന് ശേഷം ഒരു കളിയിലാണ് കളിച്ചത്. എത്രയോ കാലത്തിന് ശേഷം. മൂപ്പര് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളെ ജയിക്കണ്ട്. പിന്നെ പറഞ്ഞാല് ഇപ്പൊ ആ ശക്കന്മാർക്കൊന്നും നിക്കാൻ കഴിഞ്ഞില്ല. അത് അറിയില്ല. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങളൊരു പഴയ മറ്റേ ചിരിച്ചണ ആളുണ്ടായിരുന്നല്ലോ, മൂപ്പര് ഉണ്ടാക്കിയത്. കൃഷ്ണവിന്റെ ഒരു ക്യാച്ച് മൂപ്പരെ പുറത്താക്കാനുള്ള മൂപ്പരുതിൽ ഇപ്പൊ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. മൂപ്പർ അങ്ങനൊക്കെ തന്നെയാണ് കൊണ്ടുനടക്കണത്. പറഞ്ഞാലും ഇപ്പൊ അറക്കാക്കാൻ പറ്റൂല, വലിയ കളിക്കാരനല്ല. അതൊക്കെ ഇപ്പൊ ടീമിന്റെ മാനേജ്മെന്റിന് ഞങ്ങള് അത്യാവശ്യം കുഴപ്പമില്ലാതൊരു തുടക്കം സുദർശനും ഗില്ലൊക്കെ ഉണ്ടാക്കിന്. പിന്നെ വന്ന് ചെക്കന്മാർക്ക് ഇങ്ങനെ നിക്കാൻ കഴിഞ്ഞില്ല. എത്ര മറ്റേ ഫ്രീ ഹിറ്റ് കിട്ടി, നിങ്ങൾ എത്ര അടിച്ചത് ആ സിദ്ധാർത്ഥന്റെ ഓവറിൽ 2-3 നോബോൾ ഓവറിന്. എന്നിട്ട് നിങ്ങളെ പേടിപ്പിച്ചാണ്ട് ഓന്റെ ബൈക്കോയി നാട്ടിലെ നിങ്ങള്. അപ്പൊ ഫ്രീ ഹിറ്റ് പോലും അടിച്ചാൻ പറ്റാത്ത സുദർശന്റെ കഥ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. പോകയാണ് നിങ്ങള്. അതൊന്നും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ പിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള പറഞ്ഞല്ലോ. ഫ്രീ ഹിറ്റ് അടിച്ചപ്പോ പിച്ച് അങ്ങോട്ട് കണ്ണും കൂട്ടി അടിച്ചോ. ഇത് സിംഗിൾ എടുക്കുക, അല്ലെങ്കിൽ ആവൊന്നും അടിച്ചു നോക്കിയപ്പോ ബൗണ്ടറിയിൽ ക്യാച്ചായി. ഫ്രീ ഹിറ്റ് ആയതുകൊണ്ട് കേച്ചിലായി പോയി. ഒന്നിനും പറ്റാത്തൊരു നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങളെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ചെക്കനായിരുന്നു പാണ്ഡ്യ. ഓം പോയതോടുകൂടി നിങ്ങളത് ഒരു കയ്യലും ഇല്ല. നിങ്ങളെ ക്യാപ്റ്റന്റെ മികവുകൊണ്ടാണ് ജയിച്ചെന്നത് തോന്നൽ നിങ്ങൾക്ക്. ഇവിടെ ഡിഫെൻഡിങ്ങില് ഏറ്റവും മനോഹരമായിട്ട് ടീമിനെ ഡിഫെൻഡ് ചെയ്യിക്കുമ്പോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ക്യാപ്റ്റൻ അത് രാഹുൽ തന്നെ. വളരെ കാമായിട്ട് ആരോടൊരു പ്രശ്നമില്ല. ഇപ്പൊ ഇവനൊക്കെ നോബോൾ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ സ്പിന്നറാ. ഓൻ തുടർച്ചയായി നോബോൾ എറിയുമ്പോഴും ഒരു വട്ടെങ്കിലും മൂപ്പരൊന്ന് ചൂടാണ് നിങ്ങൾ കണ്ട. അതാണ് ഞങ്ങളെ ബാറ്റ്സ്മാൻമാർ ഇന്നലെ ഒരു മോശനും അതുകൊണ്ട് മാത്രം ജയിച്ചാണ്. അതുപോലെ തോറ്റിനുണ്ടെങ്കിൽ പൊങ്കാലങ്ങളെ ക്യാപ്റ്റനെ കിട്ടാ, നിങ്ങളെ ക്യാപ്റ്റനെ കിട്ടും. കാരണം അമ്മാര് ഇന്നിങ്സ് ഇന്നിങ്സ് മൂപ്പര് കളിച്ചു തന്നെയാണ് വലിയ കാര്യം. അങ്ങനെ സായി സുദർശനൊക്കെ കുഴപ്പമാണ്, നിങ്ങളെ ക്യാപ്റ്റന് കുഴപ്പമില്ല. എന്ത് ജയിപ്പിക്കലേ ചേസ് ചെയ്യുമ്പോ ആകെ 160 റണ്ണുണ്ട്, അതും എടുക്കാൻ പറ്റണില്ല. 10 റണ്ണ് തോറ്റും ചെയ്ത് എന്നിട്ടും കൂറ്റം ഞങ്ങളെ ക്യാപ്റ്റനാണ്. ഞങ്ങളെ ക്യാപ്റ്റനൊക്കെ മുത്താണ്.